മഹാഭാഗവത പുരാണത്തിൽ നിന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായൊരു കഥ ഗജേന്ദ്രമോക്ഷം. യഥാർത്ഥത്തിൽ ഈയൊരു ഭാഗം മുൻപോട്ട് വയ്ക്കുന്നത് ഭക്തി, സമർപ്പണം, ദൈവാനുഗ്രഹം തുടങ്ങിയ അതിനിഗൂഢമായ ആശയങ്ങളാണ്. ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് മാത്രം അനുഭവിച്ചറിയാനും തിരിച്ചറിയാനും പറ്റുന്ന ഒന്നാകുന്നു ഈശ്വരാനുഗ്രഹം എന്നത്. സമ്പൂർണമായ അർപ്പണത്തിൽ സമർപ്പിച്ചവനെ ഈശ്വരൻ ഏറ്റെടുക്കുന്ന അത്യപൂർവ നിമിഷം. ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിനെ ചുറ്റിപ്പറ്റി അരങ്ങേറിയ അതിശയകരമായൊരു സംഭവമത്രേ ഗജേന്ദ്രമോക്ഷം. ധർമ്മപരനായ ഈ രാജാവിന് അടിയുറച്ച വിഷ്ണുഭക്തിയുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ധ്യാനത്തിൽ ലീനനായിരിക്കുമ്പോൾ അഗസ്ത്യമുനി അവിടേക്കെത്തി. രാജാവ് മുനിയെ കാണാതെ ധ്യാനത്തിൽ മുഴുകിയിരുന്നതിനാൽ അദ്ദേഹം കോപിഷ്ഠനായി രാജാവിനെ ശപിച്ചു. നീ ഇഹലോകത്തിൽ അഹംഭാവമുള്ള ഒരാനയായി ജനിക്കും. ശാപത്തിന്റെ ഫലമായി ഇന്ദ്രദ്യുമ്നൻ തൃശങ്കുവനത്തിൽ ഒരു വലിയ ആനയായി പിറന്നു. ആ ആന കാട് കീഴടക്കി രാജാവായി പല ആനകളെയും നയിച്ചു. അവൻ ഗജേന്ദ്രൻ. ഒരു ദിവസം ഗജേന്ദ്രൻ മറ്റ് ആനകളോടൊപ്പം ഒരു തടാകത്തിൽ കുളിക്കവേ ഒരു മുതല വന്ന് ആക്രമിച്ച് അവന്റെ കാലിൽ പിടിച്ചു. മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗജേന്ദ്രൻ വളരെ നേരം ശ്രമിച്ചു. അവന്റെ കൂട്ടത്തിലെ എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും അവനെ സഹായിക്കാൻ ചുറ്റും കൂടി. പക്ഷേ എല്ലാം വെറുതെയായി. മുതല അവനെ വിടാൻ ഉദ്ദേശമില്ല. മരണം ഗജേന്ദ്രന്റെ അടുത്തെത്തിയെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ അവനെ ഒറ്റയ്ക്ക് വിട്ട് പിൻവാങ്ങി. വേദനയും നിസ്സഹായതയും കൊണ്ട് അവൻ വലഞ്ഞു. പോരാട്ടം അനന്തമായി തോന്നിയതിനാൽ തന്റെ അവസാന തുള്ളി ഊർജവും ചെലവഴിച്ചപ്പോൾ ഗജേന്ദ്രൻ തന്റെ ദേവനായ മഹാവിഷ്ണുവിനെ രക്ഷയ്ക്കായി വിളിച്ചു. സമർപ്പണമായി ഒരു താമരപ്പൂവ് വായുവിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. സ്വന്തം കഴിവിലുള്ള അവസാന പ്രതീക്ഷയും മറ്റ് അഹങ്കാരത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും അവസാന തുള്ളിയും ചോർന്നു പോയപ്പോൾ അവന്റെ വിളിപ്പുറത്ത് ഭഗവാനെത്തി. ഈശ്വരൻ വരുന്നതായി കണ്ട അവൻ തുമ്പിക്കൈ കൊണ്ട് താമര ഉയർത്തി. ഇത് കണ്ട് കരുണയാൽ നിറഞ്ഞ മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് മുതലയുടെ കഴുത്തറുത്തു. ഗജേന്ദ്രൻ ദേവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു.